और 1,000 रुपए के करेंसी नोट लीगल टेंडर नहीं रहेंगे। കള്ളനോട്ടും കള്ളപ്പണവും തടയാൻ സാമ്പത്തിക രംഗത്ത് കേന്ദ്ര സർക്കാരിന്റെ സർജിക്കൽ സ്ട്രൈക്ക് 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ ഇന്നലെ അർദ്ധരാത്രി മുതൽ അസാധുവാക്കി. എടി ഞാനത് ഷെൽഫി വെച്ചതാ. പിന്നെ ഇതെവിടെ പോകാനത്? 500-ന്റെ 2 പുതിയ നോട്ട്. ആരുടെയൊക്കെ കാല് പിടിച്ച് കിട്ടി കാശാന്നറിയോ? ഈ കൊച്ചിൻ്റെ മരുന്നിന് ഇത്രയും പെട്ടെന്ന് ഈ പൈസ എവിടെ നിന്ന് ഉണ്ടാക്കാനാ? നാളെ കൂടെ മരുന്ന് മുടങ്ങിയ ഇപ്പൊ തന്നെ 3 ദിവസമായി. ഭയങ്കര തലവേദനയാണെന്ന് ഇന്നും പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. എനിക്ക് എന്നെ സങ്കടം കണ്ടു നിൽക്കാൻ വയ്യ. നീ കിടന്ന് മോങ്ങാതെ കിടന്നുറങ്ങാൻ നോക്ക്. ആരെ കുത്തി കൊന്നിട്ടാണേലും നാളെ ഞാൻ മരുന്ന് മേടിക്കാം. എടാ നോക്കി കളിക്കടാ, എന്താടാ കാണിക്കുന്നേ? ഈ പ്രാവശ്യം കഴുതിയാനല്ലേ സൂപ്പർ മാർക്കറ്റാ. സമയത്രായി ഏജൻസികളുടെ അവരുടെ ID പ്രൂഫ് ചെക്കിങ്ങും എല്ലാം ശക്തമാക്കിയത്. ഇത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു നടപടിയാണ്. ഓഡിറ്റോറിയം പരീത കുഴഞ്ഞു വീണ് മരിച്ചു. നോട്ട് ക്ഷാമം മൂലം ജനരോഷമുയരുന്ന സാഹചര്യത്തിൽ സംരക്ഷണം ആവശ്യപ്പെട്ട് ഓരോ പരിപാടികൾ കാരണം 5 പൈസ കയ്യിലും ഇല്ല. പണം പിൻവലിക്കാനെത്തുന്നവരുടെ തിരക്കായിരുന്നു ഇന്നും അവർക്ക് കൊടുക്കാൻ പോലും ബാങ്കുകൾ പരമാവധി 24,000 മടക്കുകയും ചെയ്തു. എന്നാൽ ഗ്രാമീണ മേഖലകളിൽ സ്ഥിതി മറിച്ചാണ്. എനിക്ക് പോണം. നോക്കി കളിക്കോ? ഈ ഇരിക്കണ പുള്ളിയില്ലേ, പുള്ളിയുടെ മരുമോള്, നമ്മുടെ മരിച്ചുപോയ ജോസിന്റെ ഭാര്യ. കാശില്ലെങ്കിൽ എന്നാ പുള്ളിക്കാരത്തിന്റെ കച്ചവടം കൊഴുക്കുന്നുണ്ടെന്നാ കേട്ടെ. നാണം ഉണ്ടാടാ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കാം. കക്ഷി വരുന്നുണ്ട്. ആണോ? ആ എവിടെയോ പോയിട്ടുള്ളവരവാ. ചേട്ടോ കൊത്തുണ്ടോ? ലക്ഷണമില്ല. കോൺട്രാക്ടർ അവരാന്റെ ഇപ്പൊ ചേട്ടാ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്, പാല്, റസ്ക്. എന്താ ബിസ്ക്കറ്റ്, പാല്, റസ്ക്, പിന്നെ വേറെ എന്തെങ്കിലും വേണോ? വേണ്ട. ചേട്ടാ
പാലുണ്ടാവോ? പാലേ ഞാൻ പറഞ്ഞിട്ട് ഒറ്റ ഒരുത്തം വിശ്വസിച്ചില്ലല്ലോ. 500 പിടയ്ക്കണ നോട്ടാ അവളുടെ ഇരിക്കണേ. എന്താണ് ഒന്നുമില്ല, നീ പോയിക്കോ, ഞാൻ വന്നേക്കാം. കുറേ പോയാലോ. നിന്നോട് പലവണ പറഞ്ഞിട്ടില്ലേ എന്നെ ഇങ്ങനെ പേടിപ്പിക്കരുതെന്ന്? കൂട്ടില്ല. പിണക്ക. അമ്മയ്ക്ക് വയ്യാഞ്ഞിട്ടല്ലേ മോളെ? അമ്മ പറഞ്ഞിട്ടില്ലേ മോളോട് വാ നമുക്ക് വീട്ടിൽ പോവാം, പോയി സാറ്റ് കളിക്കാവേ? ഇന്ന് മോളാണോ അമ്മയാണോ എണ്ണുന്നേ? ഇന്ന് അമ്മ എണ്ണാവേ. മോൾ എവിടെ പോയി വിളിച്ചാലും അമ്മയെന്ന് കണ്ടുപിടിക്കും, നോക്കിക്കോ. ഇല്ലല്ലോ, ഞാൻ വിളിക്കുമല്ലോ. ഇന്ന് സ്കൂളിൽ പാട്ട് വല്ലതും പഠിച്ചായിരുന്നോ? പഠിച്ചു. എനിക്ക് പോണം പ്ലീസ്. നിക്ക് പോകാം. നീ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യ, എനിക്ക് പേടിയാ. ഇല്ല ഫോട്ടോ എങ്ങാണ് ഞാൻ നെറ്റിലിട്ടാണ്ടല്ലോ. എന്റെ വീട്ടിലെങ്ങാനും അറിഞ്ഞ പ്ലീസ് ഒന്ന് ഡിലീറ്റ് ചെയ്യ. നീ കഷ്ടമുണ്ട്. ഡിലീറ്റ് ചെയ്യാം. ഒരുമ്മ പൈസ കൊണ്ടുവന്നിട്ടുണ്ട്, തരാം ഞാൻ. പ്ലീസ്. 49 50. ഒളിച്ചാലും ഒളിച്ചില്ലേലും സാറ്റ് മരത്തിന്റെ ചോട്ടിൽ ഒളിക്കരുത് മോളെ. അമ്മ ദേ വന്നേ മോളെ. അമ്മ ഇപ്പൊ കാണും. ദാ വന്നു അമ്മ. ഇപ്പൊ മോളെ പിടിക്കേ. ഇപ്പൊ കാണും മോളെ. ഇപ്പൊ അമ്മ കണ്ടു കേട്ടോ. അമ്മയ്ക്ക് അറിയാലോ മോൾ എവിടെയാന്ന്. മോള് ചിരിക്കണ്ട. അമ്മ ദേ എത്തി. അമ്മ ഇപ്പൊ കണ്ടുപിടിക്കും. അമ്മയുടെ മോള് എവിടെ ഉണ്ടെന്ന് അമ്മയ്ക്ക് അറിയാലോ. മോളെ പേടിപ്പിക്കാൻ വരണ്ട. അമ്മ മോളോട് പറഞ്ഞിട്ടുള്ളതാണേ. ഒച്ച ഉണ്ടാക്കരുത്. ആ പൈസ എന്തി? പൈസ എടുത്തി. മര്യാദയ്ക്ക് എടുക്കടി. ഞാൻ കണ്ടതാ. താ എവിടെ നോക്കിയാണോ?
കൊച്ചിൻ്റെ മരുന്ന, അമ്മയ്ക്കുള്ള കുഴമ്പുണ്ട്. അവളെന്തേ? പൈസ എവിടുന്ന് കിട്ടിയേ? പൈസ നീ ആ തോർത്തും കെടുത്തേ, വിളിക്കട്ടെ. ഞാൻ ചെയ്തത് തെറ്റാ. അച്ഛനോട് ക്ഷമിക്കണം. ഒരിക്കലും ഞാൻ മോളെ, തെറ്റ് തിരിച്ചറിയുക എന്നുള്ളതല്ലേ പ്രധാനം. അത് തിരിച്ചറിയുമ്പോൾ നമ്മൾ വളരുക. തിരിച്ചറിഞ്ഞ് തിരുത്താൻ എൻ്റെ മോക്ക് പറ്റും. ചെന്ന് താഴെ എടുത്തു വയ്ക്കുക. അച്ഛൻ ഇങ്ങോട്ടോ കൂടിയേ? താ മോളെ, മരുന്നുണ്ട്, ഇൻഹേലറുണ്ട്. ബാക്കി പൈസ ക്ഷമിക്കണം. എന്താണ് പെങ്കൊച്ചു വരുന്നതിന്റെ കടപാട്? അത് ചോദിക്കാൻ താനാരാ? എന്താണ് അവളെ നിനക്ക് പൈസ തന്നത്? ഇത് വലിയ ശല്യമല്ലോ. അത് പറയാതെ ഒരാഴ്ച ഞാൻ മുന്നോട്ട് ഞാൻ വിടില്ല. അതവളുടെ ഫോട്ടോ ഞാൻ ഇത് നീ വേറെ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ഇല്ല ചേട്ടാ. ആ പൈസ എന്തിയടാ? എന്താ മോളെ? അച്ഛനൊരു കാര്യം പറയാനുണ്ട്. അച്ഛൻ്റെ മോൾ പറ. ഇന്ന് രാവിലെ അച്ഛൻ്റെ പോക്കറ്റിൽ അറിയാതെ. മോളെ, ഓക്കെ, ഈ മൊബൈലിൽ നിന്ന് അതിൻ്റെ പടങ്ങളൊക്കെ എങ്ങനെ കളയാനറിയാവോ? അച്ഛൻ്റെ ഷെൽഫിൽ ഒരു മൊബൈൽ ഫോൺ ഇരിപ്പുണ്ട്. അതിനകത്തെ പടങ്ങളൊക്കെ മോൾ കളഞ്ഞേര്. എന്നിട്ട്
നാളെ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അത് മോളുടെ ക്ലാസ്സിലൊരു പയ്യൻ്റെയാണ് അതുപോലെ കൊടുത്തേരെ.